ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിചാരിക്കണം. ഞങ്ങളോട് സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ മോളുടെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി എടുത്ത് വെച്ചിട്ട് ഇന്നിടാം നാളെ ഇടാന്ന് വെച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ടും ലേറ്റായി പോയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് ഒരു 4 ദിവസം മുന്നേ മെയിൻ റിഹേഴ്സലിൻ്റെ സമയത്ത് ടീച്ചർ നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി എന്തിനാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിലങ്കയും കാര്യങ്ങളൊക്കെ പൂജിക്കാനും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക, ആ ഒരു ദിവസം കൊണ്ടുവരിക, അങ്ങനെയാണ് മെയിനായി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾക്ക് അന്ന് അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് കൺഫ്യൂഷൻ ആവണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ചിട്ടാവുമ്പോൾ അത്രേ ഉദ്ദേശിക്കണുള്ളൂ. എന്നിട്ട് നമ്മൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ പിള്ളേരൊക്കെ ഉള്ള കാരണം അങ്ങനെ പോയില്ല, അമ്മേരെ കൂടെ പറഞ്ഞൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എത്തി കുറച്ച് നേരമൊക്കെ ചെന്ന സമയത്തൊന്നും അങ്ങനെ മെയിനായിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ അവിടെ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒക്കെ ഇങ്ങനെ സെറ്റായി. അപ്പോൾ മോളുടെ ഒരു കസിനും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഒരുമിച്ചാണ് ഓൺലൈനിൽ കളിച്ചിരുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പോൾ ശരിക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസിൻ്റെ മെയിൻ ഡാൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മാസം മുന്നോ അല്ലെങ്കിൽ ഒരു 10-20 ദിവസം മുതൽ ഓഫ്ലൈനായിട്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് കളിപ്പിക്കും. ആ സ്റ്റാൻഡിങ് പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ സാധാരണ ഓൺലൈനിൽ പഠിക്കുന്നത് പോലെയല്ല ലാസ്റ്റത്തെ ആ ഒരു സമയം. അപ്പോൾ അവർ നല്ല കറക്റ്റായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവരൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ ഉള്ള കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കളിച്ചിട്ട് തമ്മിൽ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ ചോദിക്കലും പറച്ചിലും ഒക്കെ ആയിട്ട് ഇത്തിരി ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും കുറച്ചും കൂടി കൂടെയുള്ളൂ അങ്ങനെ. പക്ഷേ ഓൺലൈനാകുമ്പോഴത്തെ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഓൺലൈനിൽ എടുത്തു, പിന്നെ അടുത്ത ദിവസം ഓൺലൈനിൽ വരുമ്പോൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് കോൾ കണക്റ്റ് ആയില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെയും ഡിലേ ആവും, പിന്നെയും അപ്പോൾ ആ ഇൻട്രസ്റ്റ് പോയി, പിന്നെ അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമേ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ ബേസിക്കലി. പക്ഷേ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ പിന്നെ അവർ ബാക്ക് ടു നോർമലായിട്ട് ഒന്നിച്ച് കളിച്ചോളൂ കേട്ടോ. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വെച്ച് പഠിച്ചതിനേക്കാളും നല്ലൊരു ഇതായിരുന്നു നാട്ടിൽ പോയിട്ട്. വെച്ചാൽ ഇന്നും പോവുക, കളിക്കുക, ആ കുട്ടി അങ്ങനെ പറഞ്ഞു, ഈ കുട്ടി അങ്ങനെ പറഞ്ഞു, അങ്ങനെ കളിച്ച് ഞങ്ങൾ മാറി നിന്ന് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. ഒക്കെ നല്ല സന്തോഷം അങ്ങനെയായിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് മോൾ ആ ഡ്രസ്സ് ഇട്ടോട് കൂടിയിട്ട് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു ദിവസം എത്തി, ആ ഒരു സ്വപ്നം എത്തി. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു പ്രൗഡ് ഫീലിംഗ്. അമ്മ നിൽക്കുകയാണ് മോളുടെ ഒപ്പം. ഫുൾ വെച്ചാൽ അമ്മയായിരുന്നു മെയിനായിട്ട് മോളെ ചേർത്തിയതും അതൊക്കെ. അപ്പോൾ ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും വന്നിരുന്നു. ഞങ്ങളൊക്കെ മുന്നേ എത്തിയിട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് ഇങ്ങനെ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് സമയമായി എന്ന് പറഞ്ഞിട്ട് ഓടി. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ലേറ്റായി പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടീം പിന്നെ നിൽക്കുകയാണ് കളിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു 3 ഡാൻസ് ആണ് ഉണ്ടായിരുന്നത്, ഭരതനാട്യം. അതിൻ്റെ ഇടയിൽ മോഹിനിയാട്ടം ഈ ടീച്ചറുടെ തന്നെ വേറെ ബാച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാൾ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ബോധമുണ്ട് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അറിവുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആരൊക്കെ നമ്മുടെ ആൾക്കാർ വന്നിട്ട് അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കസിൻസിനെയൊക്കെ അവിടെ നമ്മൾ വണ്ടി വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ എടുത്തു. പിന്നെ ടീച്ചറെ അടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പോണ നേരത്താണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതും അതിൽ ചേർക്കുന്നു. അപ്പോൾ നല്ലൊരു ടീച്ചറായിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു. എല്ലാതും നമുക്ക് എന്തും പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും മോളിങ്ങനെ പറയണ്ടല്ലോ, പറ്റണില്ല എന്ന് അങ്ങനെ പറയണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ വേണ്ടേ, അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പറയാം. അതൊക്കെ ഭയങ്കര ഒരു നല്ലതാണ്. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഡാൻസിൻ്റെ വിശേഷങ്ങൾ. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡാൻസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ അഡീഷണൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.